നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഒരു ദിവസം എൻ്റെ കയ്യിൽ കിട്ടും. അതൊക്കെ വിടുവിനെ. ഞങ്ങളെ അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകാൻ ഇറങ്ങിയതാണ്. അല്ല, നിന്റെ പരിപാടി എന്താ? ഞാൻ നിങ്ങളുടെ കൂടെ വരണമെങ്കിൽ വരാം, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു വരുന്നവരെ ഇവിടെ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യുന്നത് എന്തിനുവനെയാ? ഞങ്ങൾ എപ്പോഴാണ് തിരിച്ചു വരുന്നത് ഞങ്ങൾക്ക് തന്നെ അറിയാം. ഇനി നിനക്ക് കമ്പനിയുടെ അകത്ത് കയറി കാണാനാണെങ്കിൽ ഏതെങ്കിലും അവധി ദിവസം കാണാം. ഇപ്പോൾ വർക്ക് നടക്കല്ലേ? ഞാൻ കമ്പനി കാണാൻ വേണ്ടി മാത്രം വന്നതല്ല അങ്ങളെ. എനിക്ക് രഘുവേട്ടൻ്റെ കമ്പനിയിൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഈ മൊബൈൽ സർവീസ് സെൻ്റർ ഒന്നും തുടങ്ങിയിട്ട് ഒരു കാര്യമില്ല, പണി കുറവാ. കമ്പനിയിലാവുമ്പോൾ സ്ഥിരമായിട്ട് എന്തെങ്കിലും ഒരു ജോലി കിട്ടുമല്ലോ. അല്ല, അതിപ്പോ ഇവിടെ നിനക്ക് പറ്റിയ എന്ത് ജോലിയാ? പിന്നെ ഒന്നാമത് വർക്കിംഗിലിരുന്ന സ്ഥാപനമാ, അതാ ഞങ്ങൾ ഏറ്റെടുത്തത്. നിലവിലുണ്ടായിരുന്ന സ്റ്റാഫുകളെല്ലാം ഇപ്പോഴും ഉണ്ട്. അയ്യോ, എനിക്ക് ഇന്ന് തന്നെ ഒരു ജോലി വേണം നല്ല രഘുവേട്ട പറഞ്ഞത്. സമയമെടുത്ത് രഘുവേട്ടൻ എനിക്ക് പറ്റിയൊരു തസ്തിക ഉണ്ടാക്കി തന്നാൽ മതി. ഇനിയിപ്പോൾ ചീരുവിൻ്റെ ഡെലിവറി കഴിയാതെ രഘുവേട്ടൻ എനിക്ക് ഇവിടുത്തെ മാനേജർ പോസ്റ്റ് തരാമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഏറ്റെടുക്കില്ല. ചീരുവിന്റെ ഡെലിവറി ഇതും തമ്മിൽ എന്താ വിനയ ബന്ധം? നീയാണോ അവളുടെ പ്രസവം എടുക്കാൻ പോന്നെ? കളിയാക്കല്ലേ അമ്പിളി ചേച്ചി. ചീരുവിൻ്റെ പ്രസവമൊക്കെ ഡോക്ടർ എടുത്തോളൂ, പക്ഷേ ഭർത്താവായ ഞാനടുത്തുണ്ടാവണമല്ലോ. അപ്പൊ നീ വീണ്ടും ചീരുവിനെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ? അത് കുറച്ച് ബുദ്ധിമുട്ടാവുമല്ലോ. പിന്നെ വീട് രഘുവേട്ട, ഇതിനൊന്നും ഇവൻ മറുപടി പോലും അർഹിക്കുന്നില്ല. ഭാര്യ പ്രസവിക്കുമ്പോ ഭർത്താവ് വന്ന് വെറുതെ വായിൽ നോക്കി നിന്നാ പോരാ. ഭർത്താവിന്റെ പോക്കറ്റിലെ ഭാര്യയുടെ പ്രസവച്ചെലവിനുള്ള കാശുകൂടി ഉണ്ടാവണം, അറിയോ? ജോലി ചെയ്യുന്നെങ്കിലേ ചീരുവിന്റെ ഡെലിവറി കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂന്ന്. ചീരുവിന്റെ 2 മക്കൾ അവൾക്ക് തിരിച്ചു കൊടുക്കാൻ നീ വാങ്ങിയത് 15 ലക്ഷം രൂപയാ. ആ നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കാണാനുള്ള അർഹത പോലുമില്ല. വിനയ, ഉള്ളത് പറയാലോ. നിനക്ക് ഇപ്പോഴും ഒരു മാറ്റമില്ല. പഴയ വിനയനെ ഇനി ഞങ്ങളാരെങ്കിലും ചുമക്കുമെന്ന് കരുതും വേണ്ട. അങ്ങനെ പറയല്ല അങ്ങളെ. ഞാൻ അങ്കിളിനോടൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അത് ശരിയാ, അതിനെ ഞാൻ സമ്മതിച്ചിട്ടുണ്ടേ. പക്ഷേ നീ ചീരുവിൻ്റെ ഭർത്താവാണെന്നുള്ളൊരു ബന്ധം, അത് മാത്രമേ എനിക്ക് നീയായിട്ടുള്ളൂ. അവിടെ നീ നിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിൽ പിന്നെ എൻ്റെ മനസ്സിൽ നിന്ന് ഞാനും നിന്നെ അങ്ങ് ഇറക്കി വിട്ടു. എന്നാ പിന്നെ നമുക്കങ്ങ് പോയാലോ? വാ. ഗേറ്റ് തുറക്കും. ആഹാ, ആരൊക്കെയാ ഇത്? പിച്ചുമോനെ കൂട്ടാതെയാണോ രണ്ടുപേരും വന്നേ? ആരാ ഭാനുമേത്? മാഷിന്റെ അനുമോളും മരുമാനുമാ. കേറുവാ മക്കളെ. ആഹാ, അച്ഛാ. അനുമോളെ, എന്ത് പറ്റി എല്ലാരും കൂടി ഈ സമയത്ത് ഇങ്ങോട്ട് ഇറങ്ങാൻ? അച്ഛനോട് ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വന്നതാ. എന്താ? അമ്മയ്ക്ക് പകരം ഇത്തവണ 1-ാം വാർഡിലെ സ്ഥാനാർത്ഥിയായിട്ട് അനുപമയെ മത്സരിക്കുന്നേ. ആണോ മോളെ? കൊള്ളാലോ. ഒരു കാര്യത്തിലും മത്സരബുദ്ധി കാണിക്കാത്ത ആളെങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ? അത് പിന്നെ അങ്ങനെ വേണ്ടി വന്നതാ അച്ഛാ. അല്ല, ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണോ ഇന്ദിര? നിന്റെ അമ്മ ഒഴിഞ്ഞ സീറ്റിലെ മത്സരിക്കാൻ അനുവിനെ നിന്റെ അമ്മ സമ്മതിച്ചോ? ആ, അമ്മ നിർബന്ധിച്ചുകൊണ്ട് മാത്രം മനോമേ അനു മത്സരിക്കാൻ തീരുമാനിച്ചത്. ആണോ? അയ്യോ, അതൊരു അത്ഭുതം തന്നെയാണല്ലോ. സുശീലയുടെ ആഗ്രഹത്തിനാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല.
അതല്ലെങ്കിൽ ഭാനുമ്മ പറഞ്ഞ പോലെ അത് ഉള്ള സന്തോഷം കെടുത്തേ ഉള്ളൂ.